കരൂരിൽ നടന്ന ദുരന്തം യഥാർത്ഥത്തിൽ DMKക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ്. വിജയ് തമിഴ്നാട്ടില് വന്നതിന് ശേഷം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിനു ശേഷം വിജയ്ക്ക് ഉണ്ടായിരുന്ന ഒരു വളർച്ചയുണ്ട്. അത് യഥാർത്ഥത്തിൽ സ്റ്റാലിനെയൊക്കെ ഒന്ന് ഭയപ്പെടുത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഒരു സമയത്താണ് കരൂരിൽ ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ടുള്ളത്. അതിന് പിന്നാലെ വിജയുടെ പല പ്രോഗ്രാമുകളും വിജയ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഡിസംബർ 5-ന് അദ്ദേഹം ഒരു റോഡ് ഷോ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലും ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ കരൂർ ദുരന്തം കൊണ്ട് മാത്രമാണോ വിജയിയെ മാറ്റി നിർത്തുന്നത്, അതോ വിജയിയുടെ വളർച്ച തങ്ങൾക്കൊരു വിലങ്ങുതടിയാകുമെന്നുള്ള DMKയുടെ അല്ലെങ്കിൽ സ്റ്റാലിന്റെ ഒരു ഭയമാണോ? വിജയുടെ വളർച്ച എന്ന് പറയുന്നത് MK സ്റ്റാലിന് മാത്രമല്ല ഭീഷണി, തമിഴ്നാടിന് ഒന്നാകെ ഭീഷണിയാണെന്ന് ഞാൻ പറയും. കാരണം വിജയ് എന്ന് പറയുന്ന വ്യക്തി ഒരു രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം ഒരു നല്ല നേതാവോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു സെലിബ്രിറ്റി മാത്രമാണ്, ഒരു വലിയ സ്റ്റാർഡമുള്ള ഒരു നടൻ മാത്രമാണ് അദ്ദേഹം. വിജയ് സിനിമകൾ ആസ്വദിക്കാർ ഞാനും ഹർഷയും അടക്കമുള്ള ആൾക്കാർ, ഞാനൊക്കെ ഫസ്റ്റ് ഷോ കണ്ടില്ലെങ്കിൽ, വിജയ് പടത്തിന് പോയി കണ്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം വരില്ല. അതുപോലെ ഫാനാണ്. പക്ഷേ അദ്ദേഹം ഒരു മോശം നേതാവാണ്. അത് ആദ്യം മുതലേ കാണുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം അനൗൺസ് ചെയ്തപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗങ്ങൾ, എഴുതി പഠിച്ച പ്രസംഗങ്ങൾ, അതുപോലെ തന്നെ കരൂർ ദുരന്തം എല്ലാം പരിശോധിക്കുമ്പോൾ എനിക്ക് കൃത്യമായ ഒരു ബോധ്യമുണ്ടായിരുന്നു അദ്ദേഹം ഒരു വളരെ മോശം രാഷ്ട്രീയ നേതാവാണ് എന്നുള്ള കാര്യത്തിൽ. അദ്ദേഹം ഒരു കീ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു തലത്തിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട് ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിന്നൊരു 10 വർഷം പിറകിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വിജയ് ജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അത്രത്തോളം അദ്ദേഹത്തിന്റെ സ്റ്റാർഡമിന് വിലയുണ്ട് അവിടെ. അത്രത്തോളം ആൾക്കാർ, നമുക്ക് തന്നെ അറിയാം, എത്ര റോഡ് ഷോകൾ നടത്തിയാലും ഒരു സമ്മേളനം നടത്തിയാലും അവിടെ തടിച്ചുകൂടുന്ന ജനം ഇവർ കാശ് കൊടുത്തു കൊണ്ടുവരുന്നവരല്ല, അത്രമേൽ അയാളെ ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരാണ്. പക്ഷെ അതൊരിക്കലും ഒരു രാഷ്ട്രീയ പക്ഷെ അതൊരിക്കലും വിജയ് എന്നൊരു രാഷ്ട്രീയ നേതാവിനെ കാണാനല്ല, ഒരിക്കലും താരം എന്നുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു താരം, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വരുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അടുത്ത് കാണാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലത് എന്ന് പറഞ്ഞു വരുന്ന ആളുകളാണ്. പക്ഷേ എനിക്ക് വിജയുടെ ഇപ്പൊ ഈ അടുത്ത് വരെയുള്ള മാസ് ആയിട്ടുള്ള ഒരു എൻട്രിയും അല്ലെങ്കിൽ അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ കുറെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ നീക്കങ്ങളൊക്കെ കാണുമ്പോൾ, കരൂർ ദുരന്തത്തിന് ശേഷം അദ്ദേഹം ലൈവ് വന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതൊക്കെ കാണുമ്പോൾ എനിക്ക് കേരളത്തിലെ മറ്റൊരു നേതാവിന്റെ മുഖമാണ് ഓർമ്മ വരുന്നത്, സുരേഷ് ഗോപിയുടെ. അതായത് ഇപ്പോഴും സിനിമയിൽ നിന്ന് ഇറങ്ങാതെ സിനിമയിൽ എങ്ങനെയായിരുന്നു അദ്ദേഹം അഭിനയിച്ചു പോന്നിരുന്നത് അതേ രീതിയിൽ തന്നെ രാഷ്ട്രീയത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, മാസ് ഡയലോഗുകൾ പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുൻപിലും ജനങ്ങൾക്ക് മുൻപിലും പിടിച്ചു നിൽക്കുന്ന, തന്റെ വാക്ചാതുര്യം കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി. ആ രീതിയിലാണ് ഇപ്പോ വിജയിയുടെ ഒരു നീക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പാർട്ടി തുടങ്ങുന്നു, TVK, തമിഴക വെട്ടിക്കഴകം എന്ന് പറഞ്ഞ ഒരു പാർട്ടി തുടങ്ങുന്നു. അത് ജനങ്ങൾക്കിടയിലേക്ക് വലിയ രീതിയിൽ സ്വീകാര്യത നേടുന്നു. മറ്റേതൊരു നടന്മാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോഴും നമ്മൾ കാണാതിരുന്ന ഒരു വലിയൊരു വളർച്ച അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു വളർച്ചയായിരുന്നു വിജയുടെ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ വിജയുടെ ഒരു പാർട്ടിക്ക് തമിഴ്നാട്ടിൽ കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോഴും ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന ഒരു പാർട്ടിയെ കുറിച്ച് നമ്മൾ ഇത്രത്തോളം ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ഇത്രത്തോളം പഠിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അത് കേട്ടിട്ടില്ല എന്നുള്ളതാണ് അതിലുള്ള ശരിക്കുള്ള കാര്യം. ഈ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞല്ലോ, സുരേഷ് ഗോപി സ്വയം അപഹാസ്യനാവുകയാണെങ്കിൽ വിജയ് മറ്റുള്ളവരെ പറ്റിക്കുകയാണ് എന്ന് പറയാം. കാരണം അദ്ദേഹത്തിന് കൃത്യമായി അറിയാം അദ്ദേഹത്തിന്റെ സിനിമാ ഡയലോഗ്, അതുപോലുള്ള ഡയലോഗ് ഡെലിവറി നടത്തിയാൽ ജനത്തിനെ ഇളക്കി മറിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം അറിയാം. ഇത് MK സ്റ്റാലിൻ, ഇപ്പൊ MK സ്റ്റാലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം അനൗൺസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ സിനിമ വിട്ട് രാഷ്ട്രീയ പ്രവർത്തനം മാത്രമായി വരികയാണെന്ന് വിജയ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരു റൂമറുകൾ ഇറങ്ങിയിരുന്നു. അതിൽ ഒരു പരിധി വരെ അതിനൊരു കഴമ്പുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. BJPയുമായി അദ്ദേഹത്തിന് കൂട്ടുകെട്ടുണ്ട് എന്നുള്ള തരത്തിൽ ചില അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. കാരണം MK സ്റ്റാലിന് നല്ല വേരോട്ടമുള്ള മണ്ണാണ് തമിഴ്നാട്ടിലേത്. കാരണം MK സ്റ്റാലിൻ നല്ലൊരു നേതാവായാണ് ഞാൻ കാണുന്നത്. പലർക്കും മറ്റഭിപ്രായങ്ങൾ ഉണ്ടാകാം. അപ്പോൾ MK സ്റ്റാലിന് കിട്ടാവുന്ന വലിയൊരു വിഭാഗം വോട്ട് ഷെയർ വഴിമാറ്റപ്പെടുകയും അതോടുകൂടി BJPക്ക് അവിടെ നല്ലൊരു സ്വാധീനം ചെലുത്താൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളൊരു തിയറി ഉണ്ട്. അത് എത്രത്തോളം സത്യം എന്നുള്ള കാര്യം രണ്ടാമത്തേത്. പക്ഷേ വിജയ്ക്ക് ഈ പറയുന്നത് പോലെ MK സ്റ്റാലിൻ നടത്തിയ പോലുള്ള പ്രവർത്തനങ്ങളോ മുൻ മുഖ്യമന്ത്രിമാർ നടത്തിയ പോലുള്ള പ്രവർത്തനങ്ങളോ തമിഴ്നാട്ടിൽ നടത്താൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹത്തിന് ഉറപ്പായും സാമ്പത്തിക ഭദ്രത നന്നായിട്ടുണ്ട്. ഈ പറയുന്ന പോലെ അവസാന സിനിമകളിൽ
200 കോടി 125 കോടിയോ 200 കോടിയോ ആണ് അദ്ദേഹം പ്രതിഫലമായി വാങ്ങിയത്. അല്ല, വരാനിരിക്കുന്ന സിനിമയിൽ പോലും ഇപ്പോൾ തന്നെ പ്രീ ബുക്കിംഗ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ 100 കോടിക്ക് മുകളിൽ പ്രീ ബുക്കിംഗ് പോയി. അത്രത്തോളം സ്വാധീനം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു കരൂർ ദുരന്തത്തിന് ശേഷം അതിനെ അവസരമാക്കാൻ ഇപ്പോൾ മേഘ സൂചിപ്പിച്ചതുപോലെ BJP അതിനെ അവസരമാക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് അതിന്റെ യാഥാർത്ഥ്യമാണ്. കാരണം TVK BJPയിലേക്ക് ക്ഷണിക്കുന്നതും ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്നുള്ള രീതിയിൽ BJPയിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നതെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് പോലും വിജയ് പൂർണ്ണമായും അതിന് തള്ളിക്കളയുന്നത് പോലെ, അല്ലെങ്കിൽ സാധിക്കില്ല, ഞാൻ BJPയിലേക്ക് വരില്ല, BJPയിലേക്ക് എന്നല്ല ഒരു പാർട്ടിയിലേക്കും താൻ ചേക്കേറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്കാലിൽ നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ എത്രത്തോളം അത് പ്രാവർത്തികമാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു സമയം വരെ വിജയ്ക്കുള്ള ഒരു ഇപ്പൊ വിജയ്ക്കുള്ള സ്വീകരണം, തമിഴ്നാട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകരണം, ആ പാർട്ടി കിട്ടുന്ന സ്വീകരണം, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം ജയിച്ചാൽ പോലും ഒരു സമയം കഴിയുമ്പോൾ നല്ലൊരു നേതാവല്ല എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ തമിഴ്നാടാണ് കേരളം പോലെയല്ല, തീർച്ചയായും ജനങ്ങൾ നിരത്തിലിറങ്ങുമെന്നുള്ളതിന് സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ്. ഈ ഒരു വാക്ചാതുര്യം കൊണ്ടോ അല്ലെങ്കിൽ സിനിമ ഡയലോഗ് കൊണ്ടോ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ചാതുര്യം ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആരോ എഴുതി കൊടുത്ത പ്രസംഗം കാണാതെ പിടിച്ച് പറയുന്നത് നോക്കി വയ്ക്കുന്നതൊക്കെയാണ് പുള്ളി ചെയ്യുന്നത്. ഈ കരൂർ ദുരന്തത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ കരൂരിൽ ഈ ദുരന്തം ഉണ്ടാകുന്നതിന് 2 ആഴ്ചകൾ മുമ്പ് ഞാൻ ആ സ്ഥലത്ത് പോയിരുന്നു. അതൊരു ബോട്ടിൽ നെക്ക് റോഡാണെന്ന് വേണം പറയാൻ. കാരണം 2 വണ്ടികൾ എതിർദിശയിൽ വന്നാൽ പോകാൻ പോലും സ്ഥലമില്ലാത്ത ഒരിടം. വിജയ് പോലുള്ള ഒരു വ്യക്തി വന്ന് അവിടെ ഒരു സമ്മേളനം, ഒരു റോഡ് ഷോ നടത്തുമ്പോൾ അവിടെ നടത്താൻ അനുമതി കൊടുക്കാതിരിക്കുക എന്നുള്ളത് അവിടുത്തെ സർക്കാരിന്റെ പ്രാഥമിക ഡ്യൂട്ടി ആയിരുന്നു. അവരത് ചെയ്യേണ്ട കാര്യമായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. അല്ല, അതിനപ്പുറത്തേക്ക് ഇവിടെ സർക്കാരിനെ നമ്മൾ പൂർണ്ണമായും കുറ്റപ്പെടുത്തേണ്ടത് തന്നെയാണ്. വിജയെ മാത്രം കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം ഈ ഒരു ഏരിയയിൽ വിജയ് പോലെ ഒരു ക്രൗഡ് പുള്ളർ അങ്ങനെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ തടിച്ചുകൂടും. ഒരുപക്ഷെ തമിഴ്നാട്ടിലെ ജനങ്ങൾ മാത്രമായിരിക്കില്ല അവിടെ വരുന്നത്. ആ ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്ത് വിജയെ കാണാൻ ആഗ്രഹിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ ജനങ്ങളുണ്ടെങ്കിൽ അവർ പോലും ആ സമയത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു മലയാളിയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും ഇത്തരത്തിൽ വിജയെ കാണാൻ ആഗ്രഹിച്ചിരുന്നു, ഞാൻ ആ ഒരു തിരക്കിലേക്ക് കയറി ചെന്നു, പക്ഷെ പിന്നീട് കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ ശ്വാസം മുട്ടുന്നത് പോലെ അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തിരികെ വന്നു. എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല. അത്തരത്തിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരായിരുന്നു ഈ ഒരു ഏരിയയിൽ നടക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് കുറച്ചുകൂടി വലിയൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്ന് ആവശ്യപ്പെടേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ പോലീസ് ഇടപെടണമായിരുന്നു. പിന്നെ ഈ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ നമ്മൾ അവിടെ ഇപ്പൊ ചെന്നാൽ നമുക്കൊരു വില ഉണ്ടാവില്ല, ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് ചെല്ലാം എന്നുള്ള വിജയുടെ തോട്ട് അവിടെ വളരെ ക്രൂഷ്യലാണ്. അദ്ദേഹം 6 മണിക്കൂർ, എനിക്ക് തോന്നുന്നു 6 or 7 മണിക്കൂർ വൈകിയാണ് അവിടെ എത്തുന്നത്. ഇതെല്ലാം ഇവരെല്ലാം ഈക്വൽ കോൺട്രിബ്യൂഷൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. ഇനിയെങ്കിലും ഇത്തരത്തിൽ സ്റ്റാർഡമിന് പുറകെ പോകാതെയും അത് ഈ സ്റ്റാർഡം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അയാളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ചൂഷണം ചെയ്യുന്നതെങ്കിലും നിർത്തി അയാൾ തിരികെ സിനിമയിലേക്ക് വരുന്നത് തന്നെയാണ് ഉത്തമമെന്ന് ഞാൻ പറയും.